ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു സവാള അരിഞ്ഞത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വഴന്നു വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതുപോലെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് അരിഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മുളക് പൊടിയും കുരുമുളക് പൊടിയും ആണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് വഴന്നു വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി അതുപോലെ ഗരം മസാലപ്പൊടിയും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിത് ബീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബീഫ് വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ മഞ്ഞൾ, ഉപ്പ്, കുരുമുളക് ചേർത്തിട്ട് വേവിച്ചിട്ടുള്ള ബീഫാണ് കേട്ടോ. അപ്പോൾ ആ എരിവിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ മുളക് പൊടി ചേർത്തിട്ടുള്ളത്. എന്നിട്ട് മസാലകൾ ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ച് ഒന്ന് ഉടച്ച് വെച്ചിട്ടുള്ള ബീഫാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ മഞ്ഞളും ഉപ്പും കുരുമുളകും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 വലിയ ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ കട്ട്ലറ്റിലേക്കൊക്കെ മസാല റെഡിയാക്കുന്ന പോലെ തന്നെയാണ്. ഈ ഒരു മസാല വെച്ചിട്ട് നമുക്ക് ഒരുപാട് സ്നാക്കുകൾ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് സമൂസൻ്റെ ഷീറ്റാണ്. അപ്പോൾ ഓരോ ഷീറ്റ് ഇതുപോലെ നീളത്തിലൊന്ന് കീറിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബീഫ് ആ ഒരു മസാല നല്ല പോലെ ഇതുപോലെ ഉരുട്ടിയിട്ട് മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുക്കുന്നുണ്ട്. 2 കോഴിമുട്ട ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം നമ്മൾ ആ ഒരു സമൂസൻ്റെ ഷീറ്റ് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2 ഭാഗം ഒന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി. ഇനി നമ്മൾ ചൂടായിട്ടുള്ള ഓയിലിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗം നല്ല ക്രിസ്പ് ആകുന്നവരെ നമ്മൾ തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. എല്ലാ ഭാഗവും നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് ഓയിലിന് കോരി മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.